ഇവിടെ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ, അതെന്താണ് കാരണം? ഒന്നുമില്ല, അങ്ങനെയില്ല. പുതിയ കുട്ടികൾ ചെയ്യട്ടെ, നമ്മൾ മാറി നിന്ന് കൊടുക്കുക. ഹാപ്പിയാണ്, സന്തോഷമാണ്. എങ്ങനെ എത്തുന്നു ഈ എല്ലാ മേഖലയിലേക്കും? എല്ലാം ഒരേപോലെ നടക്കില്ലല്ലോ, ഒരേ സമയത്ത് പല സമയങ്ങളല്ലേ, അപ്പൊ എത്താം. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. ആത്മഹർഷം 2025 റെഡ് കാർപ്പറ്റിൽ ഇപ്പോൾ എൻ്റെ കൂടെ അതേ റെഡ് കളർ ചുരിദാറൊക്കെ ഇട്ട ഒരാൾ എത്തിയിരിക്കുകയാണ്. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രശ്മി ചേച്ചി. നമ്മുടെ വീട്ടിലെ കുട്ടി എന്ന് യാതൊരു സംശയവുമില്ലാതെ നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു ഗസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചേച്ചി നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സുഖമായിട്ടിരിക്കണം. അപ്പോൾ ആത്മഹർഷം 2025 വന്നിരിക്കുകയാണ്. അതെ. എന്തൊക്കെയാണ് എൻ്റെ ഒരു എക്സൈറ്റിംഗ് ഫാക്ടറായിട്ട് വന്നിട്ടുള്ളത്? നമ്മൾ ആത്മയിൽ എപ്പോഴും ജനറൽ ബോഡീസ് ആണ് ഉണ്ടാവാറുള്ളത്. ഇതുപോലത്തെ ഒരു പ്രോഗ്രാം ആദ്യമായിട്ടാണ്. പിന്നെ ഇതുപോലെ ഇൻഷുറൻസ്, അതുപോലെ വിമൻ ആൻഡ് ചിൽഡ്രന് വേണ്ടിയിട്ടുള്ള എന്താ പറയുക, ട്രീറ്റ്മെൻറ്റ് ഫെസിലിറ്റീസ്, അങ്ങനെ കുറേ ന്യൂ പ്രോഗ്രാംസ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതെ, അപ്പോൾ അതൊക്കെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്. ഒരുപാട് നല്ല കാര്യങ്ങളല്ലേ ചെയ്യുന്നത് ആത്മ. അപ്പോൾ അത് ഭയങ്കര പ്രൗഡാണ്. ഞാനൊക്കെ വൺ ഓഫ് ദ ഫസ്റ്റ് മെമ്പേഴ്സാണ്. അപ്പോൾ ഭയങ്കര പ്രൗഡാണ് ഞാൻ. ഒരുപാട് സന്തോഷം. എനിക്ക് തോന്നുന്നു തുടക്ക കാലഘട്ടം മുതൽ ഇപ്പോൾ ഇവിടെ വരെ എത്തി നിൽക്കുമ്പോൾ അതിൽ ആദ്യമേ മുതലുള്ളൊരു മെമ്പർ എന്നുള്ള രീതിയിൽ അതിൻ്റെ വളർച്ച എപ്പോഴും നോക്കി കാണുന്ന ഒരാളാണ്. തീർച്ചയായിട്ടും. ആൻഡ് അപ്പം ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഫാക്ടർ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വളർച്ചയുടെ പിന്നിൽ? ആത്മയുടെ വളർച്ച തീർച്ചയായിട്ടും. കാരണം ആദ്യമൊക്കെ എന്തിനാണ് ഈ ആത്മ എന്നുള്ളൊരു ഇതായിരുന്നു എല്ലാവർക്കും. ഇപ്പം നമ്മൾ പുതിയ കുട്ടികളെയൊക്കെ പറയും ആത്മയിൽ ജോയിൻ ചെയ്യുമെന്ന് പറയുമ്പോൾ അത് എന്തിനാ ചേച്ചി എന്നുള്ളതാണ്. പക്ഷെ അത് വളർന്ന് എല്ലാവരെയും പറഞ്ഞ് മനസ്സിലാക്കി എഡ്യൂക്കേറ്റ് ചെയ്ത് ഇത്രയും ഒരു വലിയ നമ്മൾക്ക് ഇത്രയും മെമ്പേഴ്സുള്ളൊരു വലിയ ഗ്രൂപ്പായി മാറിയില്ലേ. പിന്നെ നമ്മുടെ ഒരു ഐക്യമുണ്ട്, ആത്മയുടെ ഒരു ഐക്യമുണ്ട്. അതെവിടെയും നമുക്ക്, കാരണം വെച്ചാൽ ആത്മ മെമ്പേഴ്സാണ് എല്ലാവരും എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര പ്രൗഡ് ഫീലാണ്. നമ്മൾ എല്ലാവരും ഭയങ്കര എന്താ പറയുക ഇൻവോൾവ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ആൻഡ് രശ്മി ചേച്ചി ബേസിക്കലി ഒരു ഡാൻസറും കൂടെ ആണ് അല്ലേ? പക്ഷേ ഇവിടെ പരിപാടിയിലൊന്നും പങ്കെടുത്തിട്ടില്ലല്ലോ, അതെന്താണ് കാരണം? ഒന്നുമില്ല, അങ്ങനെയില്ല. പുതിയ കുട്ടികൾ ചെയ്യട്ടെ, നമ്മൾ മാറി നിന്ന് കൊടുക്കുക. അതുകൊണ്ടല്ല കേട്ടോ, എൻ്റെ മടി, ബേസിക്കലി മടി, അത്രേ ഉള്ളൂ. ശരിക്കും മടിച്ച് ചെറുതായിട്ട്. എന്തൊരു സന്തോഷം. അല്ല, സാധാരണ ചേച്ചിയുടെ ഡാൻസ് പെർഫോമൻസുകൾ ഞങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചുള്ള ചേച്ചിയുടെ കണ്ണുകളാണ്. ഈവൻ സീരിയലിലാണെങ്കിലും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് ശ്രദ്ധിക്കാറ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആർട്ടിസ്റ്റ് എന്തുകൊണ്ട് ഡാൻസ് ചെയ്തില്ലെന്ന് ഞങ്ങളൊക്കെ ഇവിടെ സംസാരിച്ചു കേട്ടോ. അതുകൊണ്ട് പ്രോഗ്രാമുകളിൽ എപ്പോഴെങ്കിലും ചെയ്യാനുള്ള അവസരം കിട്ടട്ടെ. അങ്ങനെ തന്നെ ആവട്ടെ എന്ന വിഷയമാണ്. ചേച്ചി ഇപ്പം ചേച്ചി സിനിമയിൽ ചെയ്യുന്നുണ്ട്, സീരിയൽ ചെയ്യുന്നുണ്ട്, കണ്ടിന്യൂസ്ലി സീരിയൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ചെയ്ത സീരിയൽ കംപ്ലീറ്റ് ആയത്. അപ്പോൾ ഒരു സീരിയൽ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചലഞ്ചിങ് ഫാക്ടറായിട്ട് ചേച്ചിക്ക് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? ചലഞ്ചിങ് ഫാക്ടർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സീരിയലിൽ നിന്ന് നമ്മൾ ഒരു സീരിയൽ വന്നു കഴിഞ്ഞാൽ 6 months to 1 year ആൻഡ് എബോവ് ആണ് ഉണ്ടാവുക. അപ്പോൾ ആ ഒരു ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കുക. സത്യമായ ആദ്യത്തെ കുറച്ച് ദിവസം നമുക്ക് ആ ക്യാരക്ടർ കിട്ടാനൊരു ബുദ്ധിമുട്ടുണ്ടാവുക. അത് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ആ ക്യാരക്ടറായിട്ട് അങ്ങ് ജീവിക്കുക. നമ്മുടെ കോസ്റ്റ്യൂംസ്, നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ കോസ്റ്റ്യൂംസൊക്കെ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ആൾക്കാർ ഇങ്ങനെ ആദ്യമൊക്കെ ചുരിദാർ ഇട്ടിട്ടൊക്കെ ആൾക്കാർ കാണുമ്പോൾ എന്നോട് ചോദിക്കുമായിരുന്നു, ഇതെന്താ സാരി ഉടുക്കാത്തതെന്ന്. ഇപ്പം പിന്നെ കാലഘട്ടം മാറി, കൂടുതൽ ആൾക്കാർക്ക് ആ ഒരു ഇതിനെക്കുറിച്ച് മനസ്സിലായി. പക്ഷെ അതാണ് ആ ഒരു നമ്മൾക്ക് നമ്മുടെ ജീവിതത്തെക്കാൾ കൂടുതൽ നമ്മൾ ക്യാരക്ടറായിട്ടാണ് ജീവിക്കുന്നത്, നമ്മുടെ പേഴ്സണൽ ലൈഫിനേക്കാൾ കൂടുതൽ. അതാണ് ഒരു ചാലഞ്ചായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അപ്പോൾ ഇനിയൊരു പുതിയ സീരിയലിലേക്കുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ, അടിപൊളിയാവട്ടെ. താങ്ക് യു വെരി മച്ച് മോളെ. നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ട ഉഷ ചേച്ചിയാണ് എത്തിയിട്ടുള്ളത്. ചേച്ചി നമസ്കാരം. നമസ്കാരം. അപ്പം ഞാൻ പറഞ്ഞത് വെറുതെ അല്ല, മൊത്തത്തിലൊരു ചുമന്ന മയമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു സിനിമയിലും സീരിയലിലും എല്ലാം ഒരുപോലെ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് പരിചിതമായൊരു മുഖമാണ് ഉഷ ചേച്ചിയുടേത്. അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ഇവിടെ വീണ്ടും ഭഗവാൻ നമുക്ക് ആയുസ് തന്ന് വീണ്ടും ഒരു സന്തോഷ സമയത്ത് ഇവിടെ നിൽക്കാനും ഇതുപോലെ 2 വാക്ക് പറയാനും സാധിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. ഓരോ പ്രാവശ്യവും വർത്തമാനം പറയുമ്പോഴൊക്കെ നമ്മളെ കൊത്തിപ്പറിക്കാനൊക്കെ ആൾ വരുമെങ്കിലും വളരെ സന്തോഷത്തോടുകൂടെ വീണ്ടും 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 വന്നു നിന്ന് പറയാൻ എന്നെ ക്ഷണിക്കുന്ന നിങ്ങൾക്കും പറയാൻ ദൈവം എനിക്ക് തരുന്ന ആ ഒരു വാക്ചാതുരിക്കും എനിക്കും ദൈവത്തിനും നിങ്ങൾക്കും എല്ലാം ഞാൻ നന്ദി തന്നെ അർപ്പിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പൊ പറഞ്ഞൊരു കാര്യമുണ്ട്, ഓരോ വാക്കുകൾ പറയുമ്പോഴും കൊത്തിപ്പറിക്കാൻ 100,000 ആൾക്കാരുണ്ട്. ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റിന് അതൊരു വലിയ പുത്തിരിയൊന്നും അല്ല അല്ലേ? അതെ, എന്നെ സംബന്ധിച്ച് ആരെന്ത് പറയുന്നോ
അത് അവരിലോട്ടാണ് നമ്മൾ. അതായത് ബൈബിളിലൊരു വചനമുണ്ട്, നിങ്ങൾ വിതച്ചത് നിങ്ങൾ കൊയ്യും. നമ്മൾ എന്താണോ വിതയ്ക്കുന്നത് അതൊരു ബൂമറാൻ പോലെ നമ്മളിലോട്ട് തന്നെ തിരിച്ചു വരും. അതുകൊണ്ട് അതൊന്നും എന്നെ ഏൽക്കാറില്ല എന്നും അതിലൊന്നും ഞാൻ പങ്കാളിയല്ലാന്നും അതിലൊന്നും എനിക്ക് യാതൊരുവിധ അസ്വസ്ഥതയില്ല എന്നും ഞാൻ എന്നെ തന്നെ പഠിപ്പിച്ച് ഞാൻ ചിരിച്ചുകൊണ്ട് നടക്കുകയാണ്. ആൻഡ് ഈ ഒരു ആത്മഹർഷം 2025 നമ്മുടെ ഇവിടെ ഇങ്ങനെ നടക്കുമ്പോൾ ഇതിലേക്ക് വരാൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു ഫാക്ടർ എന്തായിരുന്നു? നമ്മുടെ എല്ലാ കലാകാരന്മാരെയും കാണാം ഒന്ന്. രണ്ടാമത്തേത് ഒരു യഥാർത്ഥമായിട്ട് ചിലവർക്ക് കഥകളി അറിയായിരിക്കാം, ചിലവർക്ക് ഭരതനാട്യം അറിയായിരിക്കാം, ചിലവർക്ക് പക്ഷെ ഇതൊന്നും നമ്മൾ സിനിമയിൽ അഭിനയിക്കുന്ന നമ്മുടെ സഹപ്രവർത്തകരിൽ ഉണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ ഇവിടെ ഒരു വേദി അവരെല്ലാവരും ഇവിടെ മാറ്റുരയ്ക്കുന്നുണ്ട്. അപ്പൊ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരിൽ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കും കാണാം. അഭിനയത്തിന് പുറമെ അതാവുമ്പോൾ നമുക്ക് അവരോട് കൂടുതൽ ബഹുമാനം, സ്നേഹം ഒക്കെ തോന്നും. അപ്പൊ അത് നേരിട്ട് അനുഭവിക്കാൻ വന്നതാണ്. അതെ, നമ്മൾ മലയാളികൾ ആരും തന്നെ മറന്നിട്ടില്ലാത്ത, അതായത് ഒരുപാട് വർഷങ്ങളായി സീരിയൽ സിനിമാ രംഗത്ത് പ്രമുഖനായ ഒരു വ്യക്തിയാണ് ഇപ്പോൾ എൻ്റെ കൂടെ റെഡ് കാർപ്പറ്റിലുള്ളത്, പ്രേംജിത്ത് ലാൽ. സോ നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കണം. അപ്പോൾ എനിക്ക് തോന്നുന്നു സീരിയലുകളിൽ ആരും മറക്കാത്ത ഒരു മുഖമാണ് സാറിൻ്റെ എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു സംശയമില്ല. അതെ, തീർച്ചയായിട്ടും. കാര്യം ദൂരദർശൻ തുടങ്ങിയതുകൊണ്ടായിരിക്കും. കാര്യം അന്ന് വേറെ ചാനൽസ് ഒന്നും ഇല്ലല്ലോ. പിന്നെ വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യാനെറ്റൊക്കെ വന്നത്. പക്ഷെ നമ്മളെ കളരി എന്ന് പറയുന്നത് നാടകവും പിന്നെ സീരിയലിൽ കൂടിയാണ് ഞാൻ ഈ രംഗത്തേക്ക് വരുന്നത്. അപ്പോൾ ദൂരദർശനിലായിരുന്നു എൻ്റെ തട്ടകം. അപ്പോൾ ദൂരദർശൻ്റെ ഒരുമാതിരി നല്ല കുറേ വേഷങ്ങൾ, ഉറൂബ് PC കോട്ടേഴ്സിൻ്റെ കുഞ്ഞമ്മയും കൂട്ടുകാർ ഉൾപ്പെടെ നല്ല നല്ല വേഷങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു. അത് വളരെ നല്ലൊരു കാലഘട്ടത്തിലാണ് എൻ്റെ വരവ്. അതുകൊണ്ട് വളരെയധികം ജനശ്രദ്ധ എനിക്ക് കിട്ടി. കുറേ ജനങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും പഴയ പലരും ഞാൻ തന്നെ മറന്നുപോയ പല കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ ആ ദൂരദർശനിൽ ചെയ്തുകൊണ്ട് മാത്രമായിരിക്കാം ആ ദൂരദർശൻ്റെ അന്നത്തെ റീച്ച് അത്രയും വലുതായിരുന്നു. അതുകൊണ്ടായിരിക്കാം അത് ഇന്നും ആൾക്കാരുടെ മനസ്സിൽ സൂക്ഷിക്കുമെന്ന് അറിയുമ്പോൾ എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഉണ്ടാകുന്നത്. അത് എനിക്കല്ല, ഏതൊരു കലാകാരനും നമ്മൾ ഒരു കഥാപാത്രത്തിൻ്റെ പേരിൽ അറിയപ്പെടുക എന്ന് പറയുന്നത് വളരെയധികം നമ്മൾ ചെയ്ത ഒരു കർമ്മത്തിൻ്റെ ഫലമാണത്. കാരണം നമ്മൾ ചെയ്ത ഒരു പ്രവൃത്തി നന്നായിട്ട് ജനത്തിലേക്ക് എത്തി എന്നുള്ളതിൻ്റെ ഒരു തെളിവാണത്. അപ്പം അത് ജനം രണ്ട് കൈ കൊണ്ട് സ്വീകരിച്ചു എന്നറിയുമ്പോൾ വളരെയധികം സന്തോഷം തോന്നും. ഇപ്പം ദൂരദർശൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സീരിയലുകൾ ദൂരദർശന തിങ്കളാഴ്ച മാത്രമാണ്. ആ ഒരു രീതിയായിരുന്നു. വെള്ളിയാഴ്ച ചിത്രഗീതം, ശനിയാഴ്ച ഇങ്ങനെ ഒരു അങ്ങനെയായിരുന്നു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് വന്ന് ഇന്ന് ഇപ്പോൾ ദിവസവും സീരിയലുകൾ സംരക്ഷണം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ ദൂരദർശൻ്റെ ആദ്യത്തെ സീരിയൽ, അതായത് വരം എന്നുള്ള സീരിയലാണ് ഞാൻ ചെയ്യുന്നത്. പല സീരിയൽ നേരത്തെ ഷൂട്ട് ചെയ്തെങ്കിലും ആദ്യമായിട്ട് ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്ത് നമ്മുടെ പ്രശസ്ത സിനിമാ സംവിധായകൻ GS വിജയനാണ്. അദ്ദേഹത്തിൻ്റെ വരം എന്നുള്ള സീരിയലിൽ അത് എനിക്ക് ഓർമ്മയുണ്ട്, തിങ്കളാഴ്ച രാത്രി 7:15 ആ സമയം. അതെ, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പല സീരിയൽസും വന്നു തുടങ്ങിയത്. പിന്നെ അത് ചൊവ്വാഴ്ച വന്നു, പിന്നെ ബുധനാഴ്ച വന്നു, പിന്നെ വെള്ളിയാഴ്ച, അങ്ങനെയായി. അതിന് പിന്നെ എനിക്ക് തോന്നുന്നു മറ്റേ വേറൊരു കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല, ഒരു സീരിയൽ ഏഷ്യാനെറ്റ് ആണെന്ന് തോന്നുന്നു, ഒരു മെഗാ സീരിയൽ വരികയും പിന്നെ അതിൻ്റെ ചുവടുപിടിച്ചാണ് ഇന്ന് നമ്മൾ കാണുന്ന ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. അന്ന് അതൊരു 24 എപ്പിസോഡ് ആണെന്ന് തോന്നുന്നു ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്ത്. അതിനുശേഷം ഇപ്പോൾ എന്താ പറയുക, വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന മെഗാ സീരിയലിൻ്റെ ഒരു കാലഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കാൻ വന്നത് അത് തന്നെയായിരുന്നു. കാരണം തുടക്ക കാലഘട്ടങ്ങളിൽ 14 എപ്പിസോഡുകളിൽ 24 എപ്പിസോഡ് 50-ൽ താഴെ വരുന്ന എപ്പിസോഡുകൾ മാത്രമുണ്ടായിരുന്ന സീരിയൽ ഇപ്പോൾ ഒരു വലിയ മെഗാ 200, 500, 600 എപ്പിസോഡുകളിലേക്ക് വരെ പോകുന്നുണ്ട്. ഇത്രയും സീനിയർ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഏതാണ് കൂടുതൽ നല്ലത്? എങ്ങനെയാണ് അതിനെ നോക്കിക്കാണുന്നത്? അല്ല, അങ്ങനത്തെ ഒരു പ്രശ്നം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾക്ക് നോക്കിയാൽ സാധിക്കും. ഞാനിപ്പോൾ കഴിഞ്ഞ ഒരു 2.5 വർഷത്തോളമായി ഞാൻ ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കുക. വേറെ കൊണ്ടല്ല, ഞാൻ ചെയ്ത പല കഥാപാത്രങ്ങളും ആവർത്തന വിരസത ഉള്ളതായിട്ട് എനിക്ക് തന്നെ തോന്നി തുടങ്ങി. കാര്യം ഒരു കഴമ്പില്ലാന്ന് എനിക്ക് തോന്നി. പല കഥാപാത്രങ്ങൾ എനിക്കൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ വരുമാനമുള്ളൊരു മേഖല ആയിരുന്നിട്ട് കൂടി ഞാൻ സ്നേഹപൂർവ്വം പല വേഷങ്ങൾ ഞാൻ നിരസിച്ചിരിക്കുകയാണ്. കാരണം എനിക്ക് നല്ല വേഷങ്ങൾ കിട്ടി, ഇനി അഭിനയിക്കുക, അതിന് മാറ്റമൊന്നുമില്ല. അതിനുപരി എനിക്ക് സീരിയലിനെ കുറിച്ച് പറയാനുള്ളത്, അതിനൊക്കെ ഒരു പീരീഡ് വയ്ക്കണം. ഇത്ര എപ്പിസോഡ്, അല്ലെങ്കിൽ 100 എപ്പിസോഡോ, അല്ലെങ്കിൽ 25 എപ്പിസോഡോ, അല്ലെങ്കിൽ 50, അങ്ങനെ ഒരു ടൈം ഫ്രെയിം വയ്ക്കണം.
അല്ലെങ്കിൽ ഒരു എപ്പിസോഡിന് ഒരു ഫ്രെയിം വയ്ക്കണം. അല്ലാതെ ഒരു അടുക്കും ചിട്ടയില്ലാതെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ കഥയ്ക്കും ഒരു കഴമ്പ് കാണില്ല, കഥാപാത്രങ്ങൾക്കും ഒരു കഴമ്പ് കാണില്ല, കാണുന്ന പ്രേക്ഷകർക്കൊരു ത്രില്ല് നഷ്ടപ്പെടും. ഇപ്പം യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ത്രില്ല് നഷ്ടപ്പെട്ടു പോയി. നമുക്കുണ്ടായിരുന്ന ഇപ്പം നമ്മളെ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ നേരത്തെ നമ്മളെ ഒരു ഇൻഡോർ ഷൂട്ടിംഗ് ആയിരുന്നു. മൊത്തം ഒരു ഫ്ലോറിനകത്തായിരുന്നു ഷൂട്ടിംഗ്. ആ ഷൂട്ടിങ് നമ്മൾ ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ജനത്തിന് ഷൂട്ടിംഗ് എന്നുള്ള ഒരു എന്താ പറയുക, അവിടെ ഷൂട്ടിംഗ് നടക്കുന്നത് നോക്കിയിട്ട് അങ്ങ് പോകും, ആ ലെവലിലേക്ക് പോയി. നമ്മൾ ആ ഒരു ഇതിപ്പോൾ പോയി, നമ്മൾ ഓവർ എക്സ്പോസ്ഡ് ആയിപ്പോയി. ആ എക്സ്പോസ്ഡ് ആയതാണ് നമുക്ക് ഈ പറയുന്ന സീരിയലിന് സംഭവിച്ചിരിക്കുന്നത്. സീരിയൽ ഇപ്പോൾ മേഖലയിൽ പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ കഥ ഇങ്ങനെ വലിഞ്ഞങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുമ്പോൾ അതിനൊരു അന്ത്യമില്ലാതായി പോകുന്നു. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് താല്പര്യം. ഒരു 25 എപ്പിസോഡ് അല്ലെങ്കിൽ 50 എപ്പിസോഡ് അല്ലെങ്കിൽ 100 എപ്പിസോഡ് അതിനകത്ത് ഈ കഥ നിൽക്കണം. എങ്കിലും ഓക്കെ, ജനം വീണ്ടും ഈ മേഖലയിലേക്ക് വരും, കാണാൻ ആൾക്കാരുണ്ടാവും, വീണ്ടും ഈ ടി വിയുടെ സുവർണ്ണകാലത്തിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കും എന്നാണ് എൻ്റെ വ്യക്തിപരമായ എൻ്റെ അഭിപ്രായം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഇത് കാണുന്ന സംവിധായകരും അല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാവരും ഇതൊന്ന് മനസ്സിൽ കൃത്യമായിട്ട് നോട്ട് ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് എപ്പോഴും ഒരു അമ്മ മുഖം ഓർമ്മ വരുമ്പോൾ വരുന്ന മുഖങ്ങളിൽ ഒരു മുഖമാണ് കൂടെയുള്ളത്. നമ്മളെല്ലാവരുടെയും പ്രിയപ്പെട്ട ശോഭ മോഹൻ. ശോഭ ചേച്ചി നമസ്കാരം. ആൻഡ് ശോഭ ചേച്ചിയുടെ സ്വന്തം സഹോദരിയായിട്ടുള്ള ശൈലജ ചേച്ചിയും കൂടെയുണ്ട്. ചേച്ചി നമസ്കാരം. ഇവർ രണ്ടുപേരും റിലേറ്റീവ്സ് ആണെന്ന് ഇപ്പം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അനിയത്തി, സ്വന്തം അനിയത്തി. അത് ശരി. ഓ, ഞാൻ വിചാരിച്ചു കസിൻസ് ആണ്. ആ, അപ്പൊ വീട്ടിൽ മൊത്തം എത്ര പേരുണ്ട്? ഞങ്ങൾ 8 പേര്. 8 പേര്. 8ാമത്തെ ആളാണ് ശോഭ ചേച്ചി. എത്രാമത്തെ ആളാണ്? 4ാമത്തെ ആളാണ് അല്ലേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഒരു അമ്മ തന്നെയാണ് അല്ലേ എപ്പോഴും നമുക്ക് മൂത്ത ആൾക്കാരെന്ന് പറയുമ്പോൾ ഉള്ളൊരു സ്നേഹം. എങ്ങനെയുണ്ട് രണ്ടുപേരും കൂടെ സീരിയലിൽ അഭിനയിക്കുമ്പോൾ? എന്താണ് അവർ എക്സ്പീരിയൻസ്? ഹാപ്പിയാണ്, സന്തോഷമാണ്. ഒന്നിച്ച് ഞങ്ങൾക്ക് സീൻ വന്നിട്ടില്ല. സീരിയൽ ഞങ്ങൾ ഒന്നിച്ച് ചെയ്തിട്ടില്ല. അപ്പൊ അതിനൊരു ഭാഗ്യം എത്രയും പെട്ടെന്ന് ഉണ്ടാവട്ടെ. എങ്ങനെയാണ് കുറുമ്പായിട്ടുള്ളൊരു എങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ആഗ്രഹിക്കുന്നത്? ഞാനോ? നിങ്ങൾക്ക് അറിഞ്ഞൂടെ ഞാൻ എങ്ങനെയുള്ളതാ ചെയ്യാൻ ആണ്. പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അനിയത്തി വരുമ്പോ എങ്ങനത്തെ ഒരു കഥാപാത്രത്തെ ആയിരിക്കും ആഗ്രഹം? അനിയത്തിക്കോ എനിക്കോ? അല്ല, ശോഭ ചേച്ചിക്ക്. എനിക്ക് എന്താ കഥാപാത്രമായിട്ട് തന്നെ പോയാൽ മതി, സാധുവായിട്ടുള്ളൊരു കഥാപാത്രമായിട്ട് തന്നെ പോയാൽ മതി. അനിയത്തി വരട്ടെ. അപ്പൊ എന്താണ് സീരിയലിലെ വിശേഷങ്ങളൊക്കെ എന്ന് പറയാമോ ഞങ്ങളുടെ അടുത്ത്? ഞാനിപ്പം 4 വർഷമേ ആയുള്ളൂ ഈ ഫീൽഡിലോട്ട് വന്നിട്ട്. ഇപ്പോൾ ഞാൻ പ്രസൻ്റ്ലി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോജക്റ്റ് ഏഷ്യാനെറ്റിൽ ജാനകിയുടെയും അമ്മയുടെയും വീട്, അതിൽ രാധാമണി വാര്യസ്യാർ എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യും. എത്രത്തോളം സന്തോഷമാണ് ഈ സീരിയലിലേക്കൊക്കെ വരുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്? എന്താ ഫീൽ ചെയ്യുന്നത്? ആദ്യമൊക്കെ ചേച്ചി തന്നെ വരുന്നത് കുറേ നേരത്തെ നിർബന്ധിച്ചിട്ടുള്ളതാണ്, മോക്ക് നേരത്തെ നിനക്ക് വരാമായിരുന്നു എന്നുള്ള. പക്ഷെ അന്നൊക്കെ ഞാൻ കുറച്ച് ബാക്ക്വേർഡായിട്ട് നിന്നു. പക്ഷെ ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പം ചിലപ്പം തോന്നും കുറച്ച് നേരത്തെ വരാമായിരുന്നു. വളരെ ഫ്രണ്ട്ലിയാണ്. നമുക്ക് എവിടെ ചെന്നാലും അച്ഛൻ്റെ പേര്, ചേച്ചിയുടെ പേര്, ബ്രദറിൻ്റെ പേര്. ഇപ്പം എനിക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഞാൻ നമ്മുടെ ഒരു ഫാമിലിയിലേക്ക് വന്ന ഒരു ഫീലിംഗ് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ചേച്ചിയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു സീരിയലും സിനിമയിലും എല്ലാം സജീവമായിട്ട് നിൽക്കുകയാണ്. അപ്പം സിനിമയിലുള്ളൊരു ആക്ടിങ്ങും സീരിയലിലുള്ളൊരു ആക്ടിങ്ങും രണ്ടുമാണ്. ഏതാണ് കൂടുതൽ കൺവീനിയൻ്റ് ആയിട്ട് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്? ഇപ്പം 2 മക്കൾ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അതേപോലെ തന്നെ കാണുന്നു ഞാൻ. അത്രയേ ഉള്ളൂ. പിന്നെ സീരിയലിൽ നമുക്ക് ഒത്തിരി കൂടെ ഒരു ആക്ഷൻ ഇത്തിരി സ്ലോ, അങ്ങനെ ഒരു ടൈമിങ്ങിന്റെ വ്യത്യാസമുണ്ട് ഫിലിമിലും. അല്ലാതെ 2 മക്കൾ തന്നെ. രണ്ടും എൻ്റെ ഇടവും വലവുമായിട്ടുള്ള കണ്ണുകൾ എങ്ങനെയാണോ അങ്ങനെയാണ്. അതാണ് ചേച്ചി കൃത്യമായിട്ട് പറഞ്ഞത്. എല്ലാം അഭിനയം തന്നെ. എനിക്ക് തോന്നുന്നു ഇനിയും ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് ഇവരെ ഓർക്കാനായിട്ട്. ഇനിയും ഒരുപാട് നല്ല കഥാപാത്രങ്ങളിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കട്ടെ. രണ്ടുപേരും ഒരുമിച്ചൊരു സീരിയലും കൂടെ വരട്ടെ കേട്ടോ, ഞങ്ങളൊക്കെ ആഗ്രഹിക്കുകയാണ്. നമ്മൾ മലയാളികൾക്കൊന്നും മറക്കാൻ സാധിക്കാത്ത ഒരു അതുല്യ കലാകാരനാണ് എൻ്റെ കൂടെ ഉള്ളത്. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രിയപ്പെട്ട മഹേഷ് ചേട്ടാ നമസ്കാരം. എനിക്കറിയാം താഴെ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു അല്ലെ? ഇപ്പൊ ഇവിടെ പ്രോഗ്രാം നമ്മുടെ തന്നെ കൊടുത്തായിരുന്നു, ഇന്റർവ്യൂ കൊടുത്തായിരുന്നു. ഞാൻ ആദ്യമായിട്ട് നിങ്ങളുടെ ഈ സർവീസ്, അതായത് നമ്മുടെ ആത്മയുടെ കൂടെ ആയിട്ടുള്ള ഈ പരിപാടിക്ക് നിങ്ങൾ നൽകുന്ന ഈ സർവീസിന് ഒരുപാട് നന്ദി പറയുകയാണ്. ഒപ്പം കാരണം ഇങ്ങനെ ഓരോരുത്തരുടെയും ഈ ഇഴ പോലെയാണ്, നമ്മുടെ ഒരു കയറിൻ്റെ ഇഴ പോലെയാണ്. ഓരോ ഇഴകൾ ചേരുമ്പോഴാണ് ആ കയറിന് ശക്തി കിട്ടുക. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു പുതിയ തുടക്കം കുറിക്കുകയാണ് ഇവിടെ. അതായത് ഞങ്ങളുടെ ആത്മയുടെ ഇൻഷുറൻസിൻ്റെ ഒരു തുടക്കം. ഈ 2 പതിറ്റാണ്ടിലേറെയായി ആത്മ വന്നിട്ട്, പക്ഷേ ഇന്നാണ് അതിനുള്ളൊരു ഭാഗ്യം നമുക്കുണ്ടാകുന്നത്. അപ്പം ഓരോരുത്തരുടെയും ആശുപത്രി കിടന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്നുള്ള രീതി പറയട്ടെ, നമുക്കെന്താ പറയുമോ, ആരോഗ്യത്തിൻ്റെ തൃപ്തികരം ആയിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് വരാൻ വേണ്ടിയിട്ട് സാമ്പത്തിക അവസ്ഥ നന്നായിരിക്കണം. അത് നല്ലൊരു ഇൻഷുറൻസും മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ അത്
മനസ്സിന് ഒരുപാട് സമാധാനമാണ്. ആ സമാധാനം തന്നെ പകുതി അസുഖം ഇല്ലാണ്ടാക്കും. അപ്പോൾ അതിനൊരു തുടക്കവും കൂടെ കുറിക്കുകയാണ്. അതിന് ശരിക്കും ഒരു അവസരം തന്നെ ഇവിടുത്തെ ഈ വേദിക്കും പിന്നെ നിങ്ങൾ ഓരോരുത്തരോടും ഒരുപാട് നന്ദി പറയുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഈ ഒരു ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു വ്യക്തിക്കല്ല, അവിടെ കുടുംബത്തിനല്ലേ? അതെ, അതാണ് തീർച്ചയായിട്ടും. ഇപ്പൊ അമ്മ ആണെങ്കിൽ പോലും ഞങ്ങളുടെ ചലച്ചിത്ര മേഖലയിലുള്ളവരുടെ അസോസിയേഷൻ അമ്മയാണെങ്കിൽ പോലും ആ ഒരു അംഗത്തിന് മാത്രമേ കൊടുക്കുന്നുള്ളൂ. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ അംഗത്തിനോടൊപ്പം ഭാര്യയ്ക്കും പിന്നെ മക്കളുണ്ടെങ്കിൽ ആ കുടുംബത്തിനും കിട്ടുകയാണ്. അപ്പം അതൊരു വലിയ കാര്യമാണ്, വലിയൊരു ആശ്വാസമാണ്. അപ്പം എല്ലാവരും ഈ പറയുന്ന പോലെ ഫിനാൻഷ്യൽ ഫ്രീ ആയിട്ടുള്ള ആൾക്കാരൊന്നും അല്ല, മനസ്സിലായി. ഒരുപാട് പ്രത്യേകിച്ചും ആത്മയിൽ ഒരുപാട് പേര് കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്കൊക്കെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. ഇതൊരു വരദാനം പോലെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് വരട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. തലമുറകളായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും പരിചിതനായ ബഹുമാനനായ യവനിക ഗോപാലകൃഷ്ണൻ സാറാണ്. ഒരു പക്ഷേ മലയാളികൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നതിനോടൊപ്പം നമ്മളെല്ലാവരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരുപാട് നല്ല അച്ഛൻ കഥാപാത്രങ്ങൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള ഒരു നടനാണ് എൻ്റെ കൂടെ ഉള്ളത്. സർ നമസ്കാരം. സുഖമായിരിക്കുന്നോ? സുഖമായിട്ടിരിക്കണോ? ആത്മഹർഷം 2025 വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു സ്ത്രീജന്മം അങ്ങനെ തൊട്ടുള്ള സീരിയലുകളിൽ സാറുണ്ട് അല്ലേ? ആൻഡ് ഈ ഒരു സംഘടനയിലെ അംഗവുമാണ്. അപ്പം എന്താണ് ഈ ഒരു ആഘോഷത്തിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു സന്തോഷത്തിന്റെ ഘടകങ്ങൾ? നമ്മളെല്ലാവരും നമ്മുടെ അംഗങ്ങളെല്ലാം കൂടി ഒത്തുചേരുമ്പോൾ ഉണ്ടാകുന്നൊരു സുഖമുണ്ടല്ലോ, നമ്മളൊരു കുടുംബത്തിൽ പോകുന്നൊരു സുഖം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ സ്ത്രീജന്മം തുടങ്ങി അങ്ങനെയുള്ള സീരിയലുകളിൽ സാറ് തുടങ്ങിയതാണ്. അപ്പൊ ഇവിടെ എത്തി നിന്നൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പം എന്താ സാറിന് തോന്നുന്നത്? അല്ല, അങ്ങനെയല്ല, തിരിഞ്ഞു നോക്കാന്നല്ല, ഞാനിപ്പോഴും ലൈവായിട്ട് ഇങ്ങനെ പോകുന്ന ഒരാളാണ്. ഇപ്പോഴും 2-3 സീരിയൽ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം എനിക്കൊരു റിട്ടയർമെൻറ്റ് ഇതുവരെ വന്നിട്ടില്ല ദൈവം സഹായിച്ചിട്ട്. അപ്പം അതുകൊണ്ട് ദൂരദർശൻ്റെ കാലം മുതൽ ഞാനിപ്പോൾ 35-36 വർഷമായി സീരിയൽ അഭിനയിക്കാൻ തുടങ്ങിയിട്ട്. ഏതാണ്ട് 100-200 ചില്ലാനും സീരിയൽ അഭിനയിച്ച് കഴിഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ നമ്മുടെ സുഹൃത്തുക്കളെല്ലാം കൂടി ഒത്തുചേരാനുള്ളൊരു അവസരമാണിത്. വളരെ സന്തോഷം. ടെൽക്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു സാറ്, അതിൽ നിന്നുമാണ് സീരിയൽ രംഗത്തേക്ക് വന്നത്. അപ്പം ഒരു പരിധി വരെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ജനറേഷനിലുള്ള ആൾക്കാർ സീരിയലിനോട് അത്രയധികം അറ്റാച്ച്മെന്റ് കാണിക്കുന്നതായിട്ട് തോന്നുന്നില്ല. കാരണം സോഷ്യൽ മീഡിയകൾ, മറ്റുള്ള പ്ലാറ്റ്ഫോമുകളിൽ നെറ്റ്ഫ്ലിക്സുകൾ, സീരീസുകളൊക്കെയാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് എന്താണ് സീരിയലിന് കൂടുതൽ മുൻതൂക്കം നൽകാനായിട്ട് സാറ് പറയുന്ന ഒരു കാര്യം? അല്ല, നമ്മൾ ഈ കുടുംബ കഥകൾ പറയുന്ന എല്ലാ സീരിയലും ഹിറ്റാവുന്നുണ്ട്. പിന്നെ നമ്മളൊക്കെ സാധാരണ എല്ലാവരും വിമർശിക്കാറുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിൽ ഈ അമ്മായിയമ്മ പോര് ഇത് ഇങ്ങനെ വരുന്നു എന്നൊക്കെ പറയുമ്പോഴാണ് അത് ശരിയാണ്, ഒരു പരിധിവരെ അത് ശരിയാണ്. കാരണം അതൊന്നും പിള്ളേർക്ക് അത്ര താല്പര്യം ദഹിക്കാത്ത കാര്യമാണ്. അതേസമയം ഒരു അച്ഛൻ മകള് അല്ലെങ്കിൽ അമ്മ മകള് അമ്മ മകൻ ഇങ്ങനെയുള്ള ബന്ധങ്ങളുടെ കഥ പറയുമ്പോൾ അവർക്കും ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ എൻ്റെ അച്ഛനെ എൻ്റെ അമ്മയെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊക്കെ മനസ്സിലാതെ ഓർമ്മ വരും അങ്ങനെയുള്ള കഥാപാത്രങ്ങൾ കാണുമ്പോൾ. എനിക്ക് തോന്നുന്നു കുറുമ്പില്ലാത്തൊരു അച്ഛൻ കഥാപാത്രത്തെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലേ, അങ്ങനെ വിരലിലുണ്ടാകുന്ന കുറച്ച് താരങ്ങളേ ഉള്ളൂ. അതിലൊരാളാണ് ഇദ്ദേഹം എന്ന് പറയുന്നത്. സർ എപ്പോഴും ഓരോ കഥാപാത്രം ഇപ്പോൾ 200 ചില്ലാനം സീരിയലുകളിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമൊന്നും അല്ല. എനിക്ക് തോന്നുന്നു സാറിൻ്റെ കുടുംബം എന്ന് പറയുന്നത് സീരിയൽ തന്നെ ആയിരിക്കും. ആൻഡ് ഈ ഒരു ആത്മയിലേക്ക് കടന്നു വരുമ്പം സാറിന് ആത്മയിൽ നിന്നും ലഭിച്ചിട്ടുള്ള എന്തൊക്കെയാണ് സാറിന് ലഭിച്ചിട്ടുള്ള ഗുണങ്ങൾ എന്ന് പറയുന്നത്? അല്ല, ആത്മ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു എന്താ പറയുക, ഒരു കെട്ടുറപ്പാണ്. നമ്മുടെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഒരു രക്ഷകനുണ്ട് എന്ന് നമുക്ക് പറയാൻ അല്ലെങ്കിൽ വിശ്വസിക്കാനുള്ള ഒരു സംഘടനയാണ് ആത്മ. ആൻഡ് വരുന്ന ഒരുപാട് പുതിയ താരങ്ങളും സീരിയലുണ്ട് അല്ലേ? നിരവധി പുതുമുഖങ്ങൾക്കും അവസരങ്ങൾ സീരിയലുകൾ നൽകുന്നുണ്ട്. വരുന്ന താരങ്ങളോട് അല്ലെങ്കിൽ പുതുമുഖങ്ങളോട് സാറിന് എന്താണ് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു സന്ദേശം വെച്ചാൽ അതല്ല, എനിക്ക് അവരോടൊക്കെ പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു സീരിയൽ അഭിനയിച്ച് കഴിയുമ്പോൾ നമ്മൾ അഹങ്കരിക്കാതിരിക്കുക. നമ്മൾ എത്രത്തോളം വലുതാവുന്നോ അത്രത്തോളം നമ്മൾ ചെറുതാവുക. അപ്പോൾ നമുക്ക് അവസരങ്ങൾ വരും, നമ്മളെ പ്രേക്ഷകർ ഇഷ്ടപ്പെടും. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം ഒരുപാട് സന്തോഷം ഈ തിരക്കിനിടയിലും റെഡ് കാർപ്പറ്റിലേക്ക് എത്തിച്ചേർന്നതിൽ. ആൻഡ് ഇനിയും ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പാവം അച്ഛനായിട്ട് അല്ലേ, എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അച്ഛൻ കഥാപാത്രങ്ങളിലേക്ക് നിന്ന് മാറി ചിന്തിക്കണം? ഇല്ല, കാരണം വെച്ചാൽ അതാണ് സുഖം വാസ്തവത്തിൽ. കാരണം ഞാൻ എൻ്റെ മക്കളെ അത്ര ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്.
അതുപോലെ ആ മക്കളുടെ സ്നേഹം അനുഭവിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരമാണ് സീരിയൽ. അതാണ് എൻ്റെ കാര്യം. അപ്പോൾ ഇതുപോലെയല്ല, ഞാൻ റിയൽ ലൈഫിലും സീരിയലിലും മക്കളെ സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന തങ്കപ്പെട്ട ഒരു അച്ഛനായിട്ട് ഇനിയും ഒരുപാട് നാൾ മുന്നോട്ട് പോകട്ടെ. എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരെയാണ് സർ. അടിപൊളിയായിട്ട് പോകട്ടെ. താങ്ക് യു വെരി മച്ച്. ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റും അതുപോലെ തന്നെ സിനിമയിലും സീരിയലിലും എല്ലാം ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന ഒരു കിടുക്കൻ താരമാണ്. വേറെ ആരുമല്ല, കോമഡികൾ അതിഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്ന, കോമഡി മാത്രമല്ല കേട്ടോ, എല്ലാം നല്ല അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട തെസ്നി ഖാൻ. തെസ്നിത, നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കണം. വളരെ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അടിപൊളി അറ്റയർ. ഈ അറ്റയറിനൊരു എത്ര മാർക്ക് പേഴ്സണലി കൊടുക്കും 10-ൽ? ഇതിലോ എത്ര മോക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഒരു 8.5 ഒക്കെ കൊടുക്കാം. അടിപൊളിയായിട്ടുണ്ട്. എനിക്ക് കളർ ഭയങ്കര ഇഷ്ടപ്പെടും. ഇത്രയും ആൾക്കാർ നിൽക്കുന്നിടത്ത് നല്ല സെറ്റായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. നല്ല വിശേഷം. സുഖമായിട്ടിരിക്കുന്നു. ആൻഡ് ആത്മയിലേക്ക് എനിക്ക് തോന്നുന്നു ആത്മ മിമിക്രിയുടെ ആത്മയില് ഞാൻ വർഷങ്ങളോളം തുടങ്ങിയ കാലം മുതലേ തുടങ്ങിയ കാലം തൊട്ടേ ഉണ്ട്. ഞാൻ കുറേ സീരിയലൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതാ പറഞ്ഞത്, ആത്മയിലുണ്ട്, അമ്മയിലുണ്ട്, മായിലുണ്ട്. ചേച്ചി ഇല്ലാത്തടത്ത് വളരെ കുറവാണ് കേട്ടോ. എങ്ങനെ എത്തുന്നു ഈ എല്ലാ മേഖലയിലേക്കും? എല്ലാം ഒരേപോലെ നടക്കില്ലല്ലോ ഒരേ സമയത്ത്, പല സമയങ്ങളല്ലേ. അപ്പം എത്താം. ശരിക്കും തോന്നുന്നു എല്ലാ മേഖലയിലും ഒരു കഴിവ് തെളിയിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. എന്താണ് ഒരു പ്രൗഡ് ഫീലിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. എന്താ തോന്നുന്നത് ഈ ഒരു മൊമെന്റിലേക്ക് എത്തി? നല്ലതല്ലേ, നമ്മൾ നല്ല രീതിയിലുള്ള നമുക്ക് തരുന്ന ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അവർക്ക് ഇഷ്ടം തോന്നുകയാണെങ്കിൽ നമ്മളെന്നും ആൾക്കാരുടെ മനസ്സിലുണ്ടാവും. എന്നും മനസ്സിലുണ്ടാവും. ഇപ്പം ദസ്നിതാനെ സംബന്ധിച്ച് സിനിമയും സീരിയലും എല്ലാം എല്ലാത്തിലും അല്ലേ കൈ കടത്തിയിട്ടുള്ളൊരു വ്യക്തി എന്നുള്ള നിലയിൽ കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ളത് തോന്നിയിട്ടുള്ളത് ഏതാണ്? എല്ലാ മേഖലയും കംഫർട്ടാവും. നമ്മൾ നല്ലോണം നിൽക്കുമ്പോൾ എല്ലാ മേഖലയും കംഫർട്ട് എല്ലാ പ്രശ്നം അടിപൊളി തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ കുട്ടികൾ സീരിയലായിട്ട് കണക്റ്റ് ആവാൻ ഭയങ്കര പാടാണ്. അപ്പം അങ്ങനെയുള്ളപ്പം ഇപ്പോൾ സിനിമയിലുള്ള ഒരാളും സീരിയലുള്ള ഒരാളും എന്നുള്ള രീതിയിൽ എങ്ങനെയാണ് അതിനെ നോക്കി കാണുന്നത്? സിനിമയിലുള്ള ആളും സീരിയലുള്ള ആളെന്ന് പറയുമ്പോൾ കാരണം കുട്ടികൾ എല്ലാ മേഖലയിലും വരുന്നതുകൊണ്ടാണ്. കുട്ടികൾ എല്ലാ മേഖലയിലും വരുന്നുണ്ടെങ്കിൽ പോലും സീരിയലിലേക്ക് കണക്റ്റ് ആവാൻ അവർക്ക് കുറച്ച് പാടാണ്. അത് എന്തുകൊണ്ടാണ്? സീരിയലിലേക്ക് കണക്ട് ആവാൻ സീരിയലിലേക്കാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ എളുപ്പം തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കുടുംബ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നൊരു മേഖലയാണ്. അപ്പം അവിടെ എന്ന് പറയുന്നത് എന്നും നമ്മുടെ വീട്ടിലൊരു അതിഥിയായിട്ടാണ് വരുന്നത്. അപ്പം എനിക്കൊന്ന് സിനിമയിലും കൂടുതൽ ചാൻസ് മുഴുവനും സീരിയലാണ് കൂടുതലും കിട്ടാൻ സാധ്യത. കാരണം അതാണെങ്കിൽ സിനിമയാണെങ്കിൽ ചിലപ്പം ട്രൈ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് വലിയ റോള് കിട്ടിയെന്ന് വരില്ല, ചെറിയ റോളല്ലേ കിട്ടുള്ളൂ. പക്ഷേ സീരിയൽ എന്ന് പറയുമ്പം ഒരു സീരിയൽ ഒരു കഥയാണെങ്കിൽ ആ കഥയിൽ ത്രൂ ഔട്ട് ഒരു ക്യാരക്ടർ കിട്ടുകയാണെങ്കിൽ അതൊരു ഏറ്റവും നല്ലത്. അതെ, അഭിനയ സാധ്യത കൂടുതലും സീരിയലിലുണ്ട്. പക്ഷേ സിനിമയും സീരിയലും തമ്മിലുള്ള ആക്ടിങ്ങിൽ വ്യത്യാസം വരും. സിനിമ എപ്പോഴും ബിഹേവിംഗ് ആണ്, സീരിയലിൽ കുറച്ച് നമ്മൾ ആക്ട് ചെയ്യണം. ആൻഡ് ഇപ്പം ഇത് പറഞ്ഞ പോലെ തന്നെ ഇതിൻ്റെ തുടക്ക കാലഘട്ടം തൊട്ടേ ഇതിൻ്റെ കൂടെ ഉള്ള ഒരാളാണ്. ഓരോ വർഷങ്ങളും അല്ല ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും ഒരുപാട് വ്യത്യാസങ്ങളും ഒരുപാട് പുതിയ പുതിയ മാറ്റങ്ങളും ആത്മ കൊണ്ടുവരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി? പിന്നെ വളരെ ആത്മ ഒരുപാട് മുൻപന്തിയിലെത്തിയിരിക്കുകയാണ്. പണ്ട് ഇങ്ങനെയൊന്നുമല്ല. പണ്ട് തിരുവനന്തപുരത്ത് മാത്രം ഒത്തുകൂടുന്ന ഒരു ചെറിയൊരു മീറ്റിംഗ്, ആ മീറ്റിങ്ങിൽ എല്ലാവരും പങ്കെടുക്കുന്നു, ചോറുണ്ടെന്നു, ചായ കുടിക്കുന്നു, പോണു. പക്ഷേ ഇപ്പം പുരോഗമിച്ച് ഇപ്പം ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ അറിവിൽ ഇത്രയും നല്ല സ്പോൺസേഴ്സും കാര്യങ്ങളും ഗിഫ്റ്റുകളും അമ്മ നടത്തുന്ന അതേ സ്റ്റാൻഡേർഡിൽ തന്നെയാണ് ആത്മയും വരാമെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതിന് അമ്മയുടെ ഒപ്പം തന്നെ ആത്മീയ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണല്ലോ വേണ്ടത്. ആത്മഹർഷം 2025 റെഡ് കാർപ്പറ്റിൽ ഇപ്പോൾ എൻ്റെ കൂടെയുള്ളത് സീരിയൽ രംഗത്ത് 50 വർഷങ്ങൾ പൂർത്തീകരിച്ച നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോസ്ലിൻ അമ്മയാണ്. അപ്പോൾ അമ്മ നമസ്കാരം. സുഖമായിട്ടിരിക്കണോ? സാധാരണ ഇന്റർവ്യൂ ഒന്നും ഞാൻ കൊടുക്കാത്തതാണ്. പക്ഷെ ഞാൻ ആ ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഇത് ഇന്റർവ്യൂ അല്ല, ഇല്ലില്ല ഇന്റർവ്യൂ അല്ല, ജസ്റ്റ് ഒരു റെഡ് കാർപ്പറ്റ് അത്രയേ ഉള്ളൂ. ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇപ്പം 50 വർഷങ്ങളിൽ കൂടുതലായി സീരിയൽ രംഗത്ത് നിൽക്കാൻ സാധിക്കാതെ തന്നെ വലിയൊരു നേട്ടമാണ്. ഈ ആത്മയിലെ ഇപ്പോൾ തുടക്ക കാലഘട്ടം തൊട്ടേ അമ്മ ഉണ്ടായിരുന്നു. എന്തൊക്കെയാണ് സന്തോഷങ്ങൾ ഈ ഒരു സംഘടനയിലേക്ക് കടന്നു വരുമ്പോൾ? എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോരോ ആവശ്യങ്ങൾ പറയാൻ പറ്റും, പിന്നെ എല്ലാവരും ഒന്ന് കാണാൻ സാധിക്കും. സന്തോഷമല്ലേ അത്? ഭയങ്കര സന്തോഷമാണ്. നമ്മളൊക്കെ ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് നമ്മൾ രാവിലെ വരുന്നു, സീരിയൽ അഭിനയിക്കുന്നു, പോകുന്നു, വീട്ടിൽ പോകുന്നു, വീട്ടിലെ കാര്യങ്ങൾ നോക്കുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. സഹപ്രവർത്തകരെയൊക്കെ കാണാൻ സാധിക്കുന്നു, അവരുടെ കൂടെ സമയം ചെലവിടാൻ സാധിക്കുന്നു. ഒരു പഴയ കൂടെ ഉണ്ടായിരുന്ന ഒരുപാട് പേര് ഇപ്പോൾ ഇവിടെ ഇല്ല. നമ്മൾ അവരെ ഒരുപാട് പേര് മിസ് ചെയ്യുന്നുണ്ട് അല്ലേ?
അവരുടെ ഒരു ഓർമ്മകൾ പറയുകയാണെങ്കിൽ അമ്മയ്ക്ക് ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ളൊരു ഓർമ്മ എന്തായിരിക്കും? അങ്ങനെ പറഞ്ഞാൽ പാടാണ് പറയാൻ ഒത്തിരി നല്ല ഇതുണ്ടായിട്ടുണ്ട്. പക്ഷേ എന്നാലും നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഒന്നിനൊന്നിനും മെച്ചമല്ല, മെച്ചമാണ്. അപ്പം നമുക്ക് ആരെയും സെപ്പറേറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. നമ്മളെല്ലാവരും തുല്യരായിട്ട് കാണത്തുള്ളൂ. കാരണം നമ്മളത് വലിയൊരു സീനിയർ അതൊന്നുമില്ല. ഇന്ന് വരുന്ന പിള്ളേരുടെ കൂടെ അവരുടെ രീതിക്ക് പോകും. പുതിയ കുട്ടികളുടെ കൂടെ അഭിനയിക്കുന്ന എങ്ങനെയുണ്ട് അഭിനയം അവരുടെ കൂടെ ഒക്കെ? അവരൊക്കെ സൂപ്പറായിട്ട് ചെയ്യുന്നു, സൂപ്പറായിട്ട് ചെയ്യുന്നു. അതൊക്കെ പഴയ ആൾക്കാർ അത് കണ്ടുപഠിക്കണം. കാരണം നമ്മൾ അഹങ്കരിച്ചിട്ട് കാര്യമില്ല. അവർക്ക് പല മേഖലകളിലാണ് പ്രാഗൽഭ്യമുള്ളത്. നമ്മളെന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിക്കുന്നു അല്ലെ ഒന്ന് പാട്ട് പാടുന്നു അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾ അങ്ങനെയല്ല, നല്ല അറിവാണ് അവർക്ക്, എല്ലാ കാര്യങ്ങളും അറിവാണ്. പിന്നെ നമ്മുടെ ഒപ്പം വരാൻ പറഞ്ഞാൽ അവർ വരത്തില്ല. നമ്മളതുകൊണ്ട് തന്നെ ചെയ്യണം, അവരുടെ ഒപ്പം പോകണം. അപ്പോൾ ഒരു പ്രശ്നമില്ല. പുതിയ തലമുറയിലുള്ള വ്യക്തികളുടെ കൂടെ അല്ലെങ്കിൽ അഭിനേതാക്കളുടെ കൂടെ അഭിനയിച്ചതിൽ നിന്നും നമുക്കും കുറച്ച് പാഠങ്ങളൊക്കെ പഠിക്കാൻ പറ്റും അല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ തന്നെയാണ്. അഭിനയത്തിന് പുറമെ പാട്ട് പാടുമ്പോൾ ഞാൻ കേട്ടത് ശരിയാണോ? അല്ല, ഞാനല്ല, എൻ്റെ ഹസ്ബൻഡ് പാടും. ആണോ? ഞാൻ അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇല്ല. പുള്ളി മരിച്ചുപോയി, 20 വർഷമായി. 20 വർഷമായി. എങ്ങനെയാണ് സീരിയലിലേക്ക് കടന്നു വന്നെന്നുള്ളൊരു ഓർമ്മയുണ്ടോ? 4 സിനിമ ചെയ്ത്. നീ ഇന്റർവ്യൂ അല്ല, ഇന്റർവ്യൂ അല്ല. അയ്യോ, ഇന്റർവ്യൂ അല്ല, ചുമ്മാ ജസ്റ്റ് ചോദിച്ചതാ. എങ്ങനെയാ ആദ്യമായിട്ട് സീരിയലിലേക്ക് വന്നത്? സീരിയലിൽ 4 സിനിമ കഴിഞ്ഞിട്ടാണ് വന്നത്. അന്ന് സീരിയലിന്റെ മെഗാ ഒക്കെ ഇറങ്ങുന്ന സമയം. ഓ, അങ്ങനെയാണ് സിനിമയിലേക്ക് വന്നത്. എനിക്കറിയാം, ആൾക്ക് ഒരുപാട് സംസാരിക്കാൻ. എനിക്ക് മൊത്തത്തിലൊരു പാവമാണ് അല്ലേ? എപ്പോഴും അങ്ങനെ പാവമൊന്നല്ല, ഒരു അമ്മയാണ്. അപ്പൊ അതിൻ്റെതായ കുറച്ചിതൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഭയങ്കര സന്തോഷം. പരിപാടി കാണാൻ വന്നതാണെന്ന് എനിക്കറിയാം അല്ലേ? അപ്പോൾ പരിപാടിയൊക്കെ കാണാം. എനിക്ക് തോന്നുന്നു ഈ ഒരു മനോഭാവം കൊണ്ട് തന്നെയാണ് ഇത്രയും വർഷം ഈ ഒരു ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയത്. സീരിയൽ, സിനിമ, എല്ലാം കൂടെ 50 വർഷം കഴിഞ്ഞു. 50 വർഷം കഴിഞ്ഞു. അപ്പോൾ ഇനിയും ഇതേ എനർജിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ കേട്ടോ. ഞങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങളിലൂടെ ഞങ്ങൾക്ക് ഇനിയും കാണാൻ പറ്റട്ടെ. ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ എന്ന് നമ്മൾ കേട്ടിട്ടുള്ളത് മമ്മൂക്കയുടെ കാര്യത്തിലാണെങ്കിൽ, അത് സീരിയലിലേക്ക് കടന്നു വരുമ്പോൾ എന്നും മധുര 17കാരനായിട്ട് നമ്മൾ എല്ലാവരും കണ്ടിട്ടുള്ള ഒരാളാണ് എൻ്റെ കൂടെ റെഡ് കാർപ്പറ്റിൽ ഇപ്പോൾ ഉള്ളത്. ഞങ്ങളുടെ എല്ലാവരും പ്രിയപ്പെട്ട ശരത്തേട്ടൻ. ചേട്ടാ നമസ്കാരം. ഞാൻ കറക്റ്റ് കാര്യം പറയാം, എന്നും ഇങ്ങനെ തന്നെ, എപ്പോൾ നോക്കിയാലും ഇങ്ങനെ തന്നെ ഇരിക്കുന്നൊരു വ്യക്തിയാണ്. ആൻഡ് ആങ്കറിങ്ങിലൊക്കെ വളരെയധികം കഴിവ് തെളിയിച്ച ഒരു പ്രതിഭ കൂടെയാണ്. ആൻഡ് ചേട്ടാ നമസ്കാരം. നമസ്കാരം. താങ്ക് യു. ഞാനും അതെ, നമ്മുടെ മൂവി വേൾഡ് മീഡിയയുടെ ഇതിൽ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത്. ആൻഡേഴ്സണൊക്കെ എൻ്റെ വളരെ കുട്ടിക്കാലം മുതൽക്ക്, ആൻഡേഴ്സിൻ്റെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ എനിക്കറിയാം. എന്തായാലും വളരെ സന്തോഷമുണ്ട് ഇതിൽ നിങ്ങളുടെ പേജിൽ വരാൻ സാധിച്ചത്. ചേട്ടാ, ആത്മ 2025 വരുമ്പോൾ ഒരു ആത്മഹർഷം എന്ന പേരിൽ നമ്മളൊരു ആദ്യമായിട്ടായിരിക്കും ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒരു കൂട്ടായ്മ നടത്തുന്നത്. ചേട്ടൻ വർഷങ്ങളായിട്ട് സീരിയൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്. എങ്ങനെയാണ് ഈ ഒരു പരിപാടിയെ നോക്കി കാണുന്നത്? അല്ല, വളരെയധികം സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ആത്മ എന്ന് പറയുന്നത് നമ്മുടെ ഒരു കൂട്ടായ്മയാണ്. ഞാനിപ്പോൾ അമ്മയിലും മെമ്പറാണ്, ആത്മയിലും മെമ്പറാണ്. പക്ഷെ ഇവിടെ എന്താ പറയുക, നമ്മൾ വീട്ടിലെ ഒരാൾ എന്ന് പ്രേക്ഷകർ പറയുന്ന പോലെ നമ്മൾ ആത്മയുടെ എന്താ പറയുക, നമുക്ക് വളരെ ഒരു ഫാമിലിയാണ് നമുക്കിതിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്ര നല്ലൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ സാധിച്ചത് വളരെ സന്തോഷമുണ്ട്. ഇനിയും എല്ലാ വർഷവും ഇതുപോലെ തന്നെ നടക്കട്ടെ. ഇതിനെല്ലാം കാരണം നമ്മുടെ പ്രസിഡന്റ് തന്നെയാണ്, KV ഗണേഷ് കുമാർ ഏട്ടൻ, അതേപോലെ തന്നെ ദിനേശ് ഏട്ടൻ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും അവർ അത്ര അത്യാധ്വാനം ചെയ്തിട്ടാണ് ആത്മ ഇങ്ങനെ നടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു വളർച്ച എക്കാലം ഉണ്ടാവട്ടെ. ഇനി വരുന്ന ആൾക്കാർക്കും ആർട്ടിസ്റ്റുകൾക്കും ഇതുകൊണ്ട് പ്രയോജനമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ എല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ആൻഡ് ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇത്രയധികം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ പുതിയ തലമുറയിൽ ഒരുപാട് പേര് സീരിയലിലേക്ക് വരുന്നുണ്ട്. അതെ അതെ. അവരുടെ കൂടെയുള്ള ചേട്ടന്, അവരുടെ കൂടെയുള്ള അഭിനയമാണെങ്കിലും അല്ല അവരുടെ കൂടെയുള്ള ഇപ്പം ലൊക്കേഷനുള്ള സമയങ്ങളാണെങ്കിലും എങ്ങനെയാണ് പുതിയ തലമുറയെ ചേട്ടൻ നോക്കി കാണുന്നത്? അല്ല, ഞാനൊരു കാലത്ത് പുതിയ തലമുറയായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് ആ വലിയ വലിയ ആൾക്കാർ എന്താണോ എന്നെ പോലുള്ള ഒരു കലാകാരന് തുടക്കക്കാരൻ തന്നത്, അതേ കാര്യം തന്നെയായിരിക്കും നമ്മൾ പുതിയ ആൾക്കാർക്ക് കൊടുക്കുന്നത്. നമുക്ക് വേണ്ട സമയത്ത് അവർ ആവശ്യമില്ലാതെ നമ്മൾ ഉപദേശിക്കാൻ പോവില്ല. പക്ഷെ അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ അവർ എന്തെങ്കിലും ഒരു കാര്യത്തിന്, ഇപ്പോൾ അഭിനയത്തിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ സീരിയൽ ഇൻഡസ്ട്രിയുടെ കാര്യത്തിലോ എന്ത് വേണമെങ്കിലും നമ്മളെപ്പോഴും ഒരു 1 കോൾ ഇവിടെ ഉണ്ടാവും. നമ്മൾ എന്തായാലും അവരുടെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും പ്രവർത്തിക്കുന്നത്. ചേട്ടൻ ഇപ്പൊ ആത്മയിലെയും അംഗമാണ്, അമ്മയിലെയും അംഗമാണ്. ഈ 2 സംഘടനകളും ഒരുപാട് നല്ല നല്ല പ്രവർത്തനങ്ങളാണ് അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. തീർച്ചയായിട്ടും. അപ്പം ഒരു പരിധി വരെ നോക്കിക്കഴിഞ്ഞാൽ അമ്മയോടൊപ്പം എത്താനായിട്ട് ആത്മ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്.
അല്ല അങ്ങനെ മനഃപൂർവ്വം ശ്രമിക്കുന്നതല്ല. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ മെമ്പർമാരോടുള്ള ആ സംഘടനയിലുള്ള മെമ്പർമാരോടുള്ള സ്നേഹമാണ് അവരുടെ പ്രവർത്തനങ്ങളിലൂടെ എക്സിക്യൂട്ടീവ് മെമ്പർ, കമ്മിറ്റി ആണെങ്കിലും എല്ലാവരുടെയും കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പരസ്പരം മത്സരിക്കുകയില്ല. ഇപ്പോൾ ഗണേശേട്ടനാണെങ്കിലും അമ്മയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു മത്സരമായിട്ടില്ല. പക്ഷേ നമ്മുടെ ഏത് സംഘടനയാണോ അതിലുള്ള ആൾക്കാരെ നമ്മൾ ഒരു ഫാമിലി പോലെ ചേർത്ത് പിടിക്കുക എന്നുള്ള മോട്ടീവ് മാത്രമാണ്. മാത്രമേ ഉള്ളൂ. സിനിമ, സീരിയൽ, ആങ്കറിങ് ഇതെല്ലാ മേഖലയിലും കൈകടത്തിയിട്ടുള്ള ഒരാളാണ് ചേട്ടൻ. ശരിക്കും പറഞ്ഞാൽ അഭിനയം ഉണ്ട് എങ്കിൽ പോലും, ആങ്കറിങ് ഉണ്ടെങ്കിൽ പോലും കുറച്ചുകൂടെ എളുപ്പമായിട്ട് ചേട്ടന് തോന്നിയിട്ടുള്ളത് ഏതാണ്? സമാധാനമായിട്ടിരിക്കുന്നത് അഭിനയത്തിൽ തന്നെയാണ്. അതെ 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 അതെ. ആങ്കറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും ഇപ്പൊ 2 മണി ഇപ്പൊ ഒരു സ്റ്റേജ് ഷോ ആയിരിക്കും. നമ്മളൊക്കെ ഏഷ്യാനെറ്റിന്റെയും മനോരമയുടെയും ഒക്കെ പല വേദികൾ നമ്മൾ ആങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾക്ക് ടെൻഷനാണ്. ഒരു 3 മണിക്കൂർ 4 മണിക്കൂർ അതിൻ്റെ 2-3 ദിവസം മുമ്പ് റിഹേഴ്സൽ. അപ്പോൾ എല്ലാത്തിലും നമ്മൾ അറ്റൻറ്റീവ് ആയിരിക്കണം. ഒരു വരി പോലും തെറ്റാതിരിക്കാൻ നോക്കണം. പിന്നെ അറ്റ് ദ മോമെൻറ്റ് നമ്മൾ ചിലപ്പോൾ പ്ലാൻ മാറുമ്പോൾ നമ്മൾ അതനുസരിച്ച് ഡീൽ ചെയ്യാൻ പഠിക്കണം. ഇതിൽ അങ്ങനെ ടെൻഷനേ ഇല്ലല്ലോ. നമ്മൾ ആ കഥാപാത്രമായിട്ട് ഇരിക്കുക, ഡയലോഗ് പറയുക, സ്വസ്ഥമായിട്ടിരിക്കുക. അതെ, ഭാരമുള്ളത് നിങ്ങളുടെ ജോലി തന്നെയാണ്. ചേട്ടാ ഒരു കാര്യം കൺക്ലൂഡ് ചെയ്യുന്നു, എങ്ങനെ ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കാൻ? അയ്യോ ഒന്നുമില്ല. ഞാൻ നേരത്തെ പറയ പോലെ തലയിൽ കളർ അടിച്ചിട്ടാണ് നമ്മുടെ നരയൊക്കെ മറച്ചു വയ്ക്കുന്നത്. ബാക്കിയുള്ളത് എങ്ങനെ പോസിബിൾ ആവുന്നു ചേട്ടാ? അല്ല മനസ്സിലായി. ഇതെല്ലാം ദൈവാനുഗ്രഹം, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ കുറേശ്ശെ എക്സസൈസുകൾ കാര്യങ്ങളുണ്ട്. അതെല്ലാവരും ചെയ്യണം. അപ്പം ഞാൻ മാത്രമല്ല, നിങ്ങളാണെങ്കിലും ഇപ്പോൾ ക്യാമറയുടെ പിന്നിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് ചുമന്ന് നടക്കുകയല്ലേ. അപ്പം നമ്മുടെ നടുവിനുള്ളതാണെങ്കിലും കാലിനുള്ള അത് അറേഞ്ച് ചെയ്യാനും അവരുടെ ഹെൽത്ത് നോക്കേണ്ടതും അവരവരുടെ ഉത്തരവാദിത്വമാണ്. ഒരുപാട് സന്തോഷം. വളരെ സന്തോഷം. ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. താങ്ക് യു ചേട്ടാ. ആത്മഹർഷം 2025 അടിപൊളിയാവട്ടെ. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.